ഇന്ന് നമ്മൾ ഇന്നത്തെ കോൺട്രിബ്യൂഷൻ ദാറ്റ് ഈസ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഡ്യൂറിങ് ദ പാസ്റ്റ് ദാറ്റ് ഈസ് അപ് ടു 2000 അല്ലെങ്കിൽ 1991 when we started our new economic policy. ഇതിൻ്റെ ഫസ്റ്റ് ഫേസിനെ കുറിച്ച് നമ്മൾ ബ്രീഫായിട്ട് കണ്ട് ഇന്ന് നമ്മൾ സെക്കൻഡ് ഫേസ് ആയത് 1966 തൊട്ട് 80 വരെ. കാരണം ഈ സമയത്ത് ഈ 1960 ഉണ്ടായ ഗ്രോത്ത്, ഫോർ എക്സാമ്പിൾ ക്യാപിറ്റൽ ഗുഡ്സിൽ 19.6 ആയിരുന്നു. അത് ഗ്രാജുവലായിട്ട് കുറഞ്ഞു പോയി 1965 അതായത് 80 കാലഘട്ടങ്ങളിൽ അത് 2.6 ആയി. 74, 79, 80 ആയപ്പോൾ ഏകദേശം 5.7 ഉയർന്നെങ്കിലും ഒരിക്കലും 60-65 നമുക്ക് നേടിയെടുത്ത ക്യാപിറ്റൽ ഗുഡ്സിലും അതേപോലെ തന്നെ ഓവറോൾ ഗ്രോത്ത് നമ്മൾക്ക് 9% ഉണ്ടായിരുന്നു. അത് നമുക്ക് ഒരിക്കലും നേടിയെടുക്കാനായിട്ട് നമ്മൾക്ക് സാധിച്ചിട്ടില്ല. അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ഒന്ന് എക്സോജനസ് കോസസ് ആണ്. എക്സോജനസ് കോസസ് മീൻസ് 1965-71 നമുക്ക് 2 പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ നമ്മൾക്ക് ഇന്ത്യക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു. ഒന്ന് പാകിസ്ഥാനുമായിട്ടും അതുപോലെ തന്നെ രണ്ടാമത് ചൈനയായിട്ടും. അപ്പോൾ നമ്മൾക്കറിയാം, ഒരു യുദ്ധം വരുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് നീക്കി വെക്കുന്ന കുറേ വിഭവങ്ങളുണ്ട്, ഇൻക്ലൂഡിങ് ക്യാപിറ്റൽ. ഇതെല്ലാം നമ്മൾക്ക് യുദ്ധത്തിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ചെലവാക്കേണ്ടി വരും. രണ്ടാമത് ഡ്രൗട്ട് കണ്ടീഷൻസ് ആണ്. ഗ്രീൻ റെവല്യൂഷൻ കമ്പല്ലിംഗ് ആയിട്ട് വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം 1966 ഗ്രീൻ റെവല്യൂഷൻ കമ്പൽസറി ആയിട്ട് നമ്മൾക്ക് നേടിയെടുക്കേണ്ട ഒരു ആവശ്യകത വന്നതിൻ്റെ കാര്യവും 3 വർഷം നമുക്ക് തുടർച്ചയായിട്ട് ഡ്രൗട്ട് ഉണ്ടായി. അപ്പോൾ കാർഷിക മേഖലയുടെ ഉൽപ്പന്നം ഗണ്യമായിട്ട് കുറഞ്ഞു പോവുകയും ചെയ്തു. ഇതുകൂടാതെ തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഇൻഫ്രാസ്ട്രക്ചറൽ കൺസ്ട്രെയിൻസ് ഉണ്ടായി, അതുപോലെ തന്നെ ബോട്ടിൽ നെക്സ് ഉണ്ടായി. പിന്നെ 4ാമത്തെ ഒരു പ്രധാനപ്പെട്ട ഐറ്റം ഓയിൽ ക്രൈസിസ് ആണ്. 1973 എണ്ണയുടെ വില, പ്രത്യേകിച്ച് ക്രൂഡ് ഓയിലിന്റെ വില ഗണ്യമായിട്ട് ഉയർന്നു വന്ന് അത് ഇന്ത്യ പോലത്തെ രാജ്യത്തിന് 80% പെട്രോളിയം ഉൽപ്പന്നത്തിന് വേണ്ടിയിട്ട് മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്ന ഒരു രാജ്യത്തിന് അത് ഉൾക്കൊള്ളാനായിട്ട് അവർക്ക് സാധിച്ചില്ല. ദെൻ അൺസാറ്റിസ്ഫാക്ടറി പെർഫോമൻസ്. നമ്മൾ പറഞ്ഞു 3 തുടർച്ചയായിട്ടുള്ള 3 ഡ്രൗട്ട് ഉണ്ടായി. അപ്പൊ അത് കാരണം കാർഷിക മേഖലയിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ വളരെ വളരെ മോശമായിരുന്നു. അപ്പോൾ എന്താണ്? 2 കാര്യങ്ങളുണ്ടായി. ഒന്ന്, കാർഷിക മേഖലയിൽ നമുക്ക് കിട്ടിയിരുന്ന മെറ്റീരിയൽസ്, പ്രത്യേകിച്ച് റോ മെറ്റീരിയൽസ്, അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസ്, ഇതെല്ലാം വളരെ ഗണ്യമായിട്ട് കുറഞ്ഞു പോയി. അങ്ങനെ വന്നപ്പോൾ കൺസ്ട്രെയിനിങ് ദ ഡിമാൻഡ് ഫോർ ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ഓൺ ദി അതർ ഹാൻഡ്. അല്ലെ, ഞാൻ നേരത്തെ നിങ്ങളടുത്ത് ഞാൻ ഓരോ പ്രാവശ്യം പറഞ്ഞത്, ഏതെല്ലാം വർഷങ്ങളിൽ കാർഷിക മേഖല നല്ലോണം പ്രവർത്തിച്ചിട്ടുണ്ടോ ആ വർഷങ്ങളിലെല്ലാം ഇൻഡസ്ട്രിയൽ ഗുഡ്സും ഓട്ടോമൊബൈൽ ഗുഡ്സിനൊക്കെ, അതുപോലെ തന്നെ ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് ഉണ്ട്, FMCGs, ഇതിനൊക്കെ കാര്യമായിട്ട് ഡിമാൻഡ്. ഈ പ്രാവശ്യം ഡാബറിന്റെ റിസൾട്ട്, അത് ഡാബർ അതുപോലത്തെ FMCG കമോഡിറ്റീസിന്റെ റിസൾട്ട് വന്നപ്പോൾ അവർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ ആർ ഹോപ്പിംഗ് ഫോർ എ ബെറ്റർ മൺസൂൺ. പ്രത്യേകിച്ച് റൂറൽ ഏരിയയിൽ ഡിമാൻഡ് പിക്കപ്പ് ചെയ്യണമെങ്കിൽ കാർഷിക മേഖലയുടെ പ്രവർത്തനങ്ങൾ നല്ലതായിരിക്കണം, നല്ല മൺസൂൺ കിട്ടണം, നല്ല പ്രൊഡക്ഷൻ ഉണ്ടാകണം. എന്നാൽ മാത്രമേ ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വരുമാനം കൂടുകയുള്ളൂ. അവരുടെ വരുമാനം കൂടിയാൽ മാത്രമേ അവർക്ക് ഇൻഡസ്ട്രിയൽ മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ അവർക്ക് മേടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അൺസാറ്റിസ്ഫാക്ടറി പെർഫോമൻസ് ഫ്രം ദി അഗ്രികൾച്ചറൽ സെക്ടർ. പിന്നെ റിയൽ ഇൻവെസ്റ്റ്മെന്റ്, ഗവൺമെന്റ് വാസ് ആക്ച്വലി നോട്ട് അറ്റ് ഓൾ. ദർ വാസ് കൺസിഡറബിൾ സ്ലാക്കനിങ് ഓഫ് റിയൽ ഇൻവെസ്റ്റ്മെന്റ്, particularly in phase 2 in the public sector. ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ സ്ലാക്കനിങ് ഓഫ് റിയൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായി. ഞാൻ പറഞ്ഞത് വെൻ ഇറ്റ് ഈസ് ഇത് ഒരു മേഖലയെ മാത്രം ടച്ച് ചെയ്യുന്നതല്ല. ഒരു മേഖലയെ, ഏതെങ്കിലും ഒരു മേഖല ഇത് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് പതുക്കെ അത് അല്ലേ കാർഷിക മേഖലയിലാണ് അല്ലെങ്കിൽ പ്രൈമറി സെക്ടറിലാണ് എന്തെങ്കിലും മാന്ദ്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് സെക്കൻഡറി സെക്ടറിലേക്കും ടേർഷ്യറി സെക്ടറിലേക്കും പോയില്ല എങ്കിലും ഇത് ഗ്രാജുവലായിട്ട് സെക്കൻഡറി സെക്ടറിലേക്കും ടേർഷ്യറി സെക്ടറിലേക്കും അത് വ്യാപിക്കുകയും ചെയ്യും. ഗ്രോത്ത് ഇൻ ദ ഇൻഡസ്ട്രിയൽ സെക്ടർ. സോ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് കുറവ് മാത്രമല്ല,
ഓൾസോ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഡ്യൂ ടു ദ ലോസ് ഓഫ് സ്റ്റിമുലസ് ഫോർ ഇൻവെസ്റ്റ്മെന്റ്. സ്വകാര്യ വ്യക്തികൾക്കും നിക്ഷേപം നടത്തുന്നതിന് വേണ്ടിയിട്ട് പിന്നെ ഇൻഫ്രാസ്ട്രക്ചറിലും മറ്റേ പിന്നെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് അവർക്കൊരു പ്രചോദനം ഉണ്ടായില്ല. ശരിയാ, ഇവർക്ക് അൺലെസ് ആൻഡ് അൺടിൽ ദീസ് പ്രൈവറ്റ് സെക്ടേഴ്സ് ആർ അഷ്യൂർഡ് ഓഫ് സം സർട്ടൻ എമൗണ്ട് ഓഫ് ഇൻകം ആൻഡ് പ്രോഫിറ്റ്, they will not venture into these types of investments. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇനി അടുത്തത് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഡിമാൻഡ് ഫാക്ടർ. നമുക്കറിയാം ഇനീക്വാലിറ്റീസ്. The market for the industrial goods was limited to top 10% of the population. Due to extreme രാജ്യത്തിൽ ഉണ്ടായിട്ടുള്ള അസമത്വം, ഇനീക്വാലിറ്റീസ്. മനസ്സിലായോ? ആളുകൾ തമ്മിലുള്ള വേർതിരിവ്, വരുമാനത്തിൽ ഇൻകം ആൻഡ് വെൽത്തിലുണ്ടായ അസമത്വം. ദ മാർക്കറ്റ്, അപ്പൊ എന്താണ്, ദീസ് പീപ്പിൾ, ഈ ടോപ്പ് 10% ആണ് ഇത് മേടിക്കുന്നത്, ഇൻഡസ്ട്രിയൽ ഗുഡ്സ് പ്രധാനമായിട്ട് മേടിക്കുന്നത്. ബട്ട് ദസ് വാട്ട് ഇസ് ദ ഡിമാൻഡ് ഇൻ ദിസ് സെക്ഷൻ ഓഫ് ദ പോപ്പുലേഷൻ ഇസ് സാച്ചുറേറ്റഡ്. മനസ്സിലായോ? അവരുടെ വരുമാനം കൂടുന്തോറും അവർ ഈ ഇൻഡസ്ട്രിയൽ ഗുഡ്സോ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ഗുഡ്സോ മേടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പരിധിയുണ്ട്. ഒരാൾക്ക് 100 രൂപ വരുമാനം ഉള്ളപ്പോൾ ചിലപ്പോൾ 100 രൂപ അദ്ദേഹം ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, ഇപ്പോൾ പ്രത്യേകിച്ച് ഫുഡ് ഐറ്റംസിന് വേണ്ടിയിട്ട് അദ്ദേഹം ചെലവാക്കേണ്ടി വരും. പക്ഷെ അദ്ദേഹത്തിന്റെ വരുമാനം ക്രമാതീതമായിട്ട് ഇങ്ങനെ വർദ്ധിക്കുമ്പോൾ ഡോണ്ട് തിങ്ക് ദാറ്റ് ദ എൻറ്റയർ എമൗണ്ട് വിൽ ബി യൂസ്ഡ് ഫോർ ദ പർച്ചേസ് ഓഫ് ഫുഡ് ആർട്ടിക്കിൾസ്. ദ ഡിമാൻഡ് വിൽ ബി ലെസ് ദാൻ 1. അവരപ്പോൾ ദേ വിൽ ട്രൈ ടു സേവ് സംതിങ്. വരുമാനം കൂടുമ്പോൾ ആ കൂടുന്ന വരുമാനത്തിന്റെ തോതനുസരിച്ച് there will not be a higher demand for the industrial goods. The top 10% of the population and the demand for industrial goods will be, population got saturated. Not only for further expansion in demand was constrained, but it also will limit the demand for the consumption goods. അപ്പൊ ടോപ്പ് 10% ആണ് ഏറ്റവും കൂടുതലായിട്ട് കൺസംഷൻ ഗുഡ്സും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഗുഡ്സും മേടിക്കുന്നത്. അവരുടെ വരുമാനത്തിന്, അവരുടെ പിന്നെ ഡിമാൻഡിന് ഏകദേശം സാച്ചുറേറ്റഡ് ആവും. നമ്മളല്ലേ, ഇൻകം വർദ്ധിക്കുന്നതനുസരിച്ച് അവർ ഈ കൺസ്യൂമർ ഗുഡ്സും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഗുഡ്സിനും നിന്ന് അവർക്ക് മേടിക്കണമെന്നില്ല. ലിമിറ്റ് ഉണ്ട്. എൻ്റെ അടുത്ത് ഒരു കമ്പ്യൂട്ടർ ഉണ്ട്, എൻ്റെ അടുത്ത് ഒരു TV ഉണ്ട്, then why should I go for a second one? അപ്പൊ that demand may get saturated. The top 10% income saturated ആകുമ്പോൾ the demand also will get saturated. That will in way affect the agricultural sector also. Then poor constraints on the industrial growth. Wrong industrial policies, complex bureaucratic system of licensing. അപ്പൊ ഇൻഡസ്ട്രിയൽ നയങ്ങളിൽ ഉണ്ടായ വൈകല്യങ്ങൾ, പിന്നെ ബ്യൂറോക്രാറ്റ് മീൻസ് ഉദ്യോഗസ്ഥ മേധാവിത്വത്തിലുള്ള ലൈസൻസിങ്, ഇതിലുള്ള ബാഡ് പിന്നെ അഡ്മിനിസ്ട്രേഷൻ, ഇറാഷണൽ ആണ് ഇൻഎഫിഷ്യന്റ് സിസ്റ്റം ഓഫ് കൺട്രോൾസ്, പല രീതിയിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പൊ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഈസ് നോട്ട് ഫേവറബിൾ. അതതിൻ്റെ അർത്ഥം. Ease of doing, EASC, ease of doing business is not favorable. They have also identified as factors contributing to the industrial deceleration, means മാന്ദ്യം ഉണ്ടായിരിക്കുന്നത്. ഫേസ് 3, ഫേസ് 3യിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഇവിടെ ഉണ്ടായത്. മനസ്സിലായോ? 8.6.4 നിന്ന് 8.5 നമ്മളുടെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് വർദ്ധിച്ചു. അതിനുശേഷം ഏകദേശം ഒരു സാച്ചുറേഷനിൽ നിന്ന് 1990-91 8.3. ഓരോന്നെടുക്കാം. 8 ബേസിക് ഗുഡ്സ് 8.7 നിന്ന് 7.4 കുറഞ്ഞു. മനസ്സിലായോ? അതിനുശേഷം വീണ്ടും 3.8 കുറഞ്ഞു. ക്യാപിറ്റൽ ഗുഡ്സിന്റെ പ്രൊഡക്ഷൻ നോക്കിക്കൊള്ളുക. Capital goods improved a lot. 6.2% നിന്ന് 14.8%. മനസ്സിലായോ? അതിനുശേഷം അത് 17.4%. ഓവറോൾ ഗ്രോത്ത് റേറ്റ് 6.4 ഉണ്ടായിരുന്നത് 1980-85 6.4 ഉണ്ടായിരുന്നത് there was a പിന്നെ drastic increase, that is 8.5% ആയി. അതിനുശേഷം it is remaining more or less the same. The growth rate of the consumer durable goods was as much as consumer durables in the കാര്യം പറഞ്ഞിട്ടുണ്ട്. 14.3 എന്നുള്ളത് it came down to 11.6, but it caught up about 14.8%. The main factors identified as responsible for the industrial recovery during ഇനി നമ്മൾ പറഞ്ഞില്ലേ, there was a slight industrial recovery ഉണ്ടായി. ഈ ഇൻഡസ്ട്രിയൽ റിക്കവറി ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഒന്ന്, പുതിയതായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ നമ്മൾ 1991
ഒരു ഇൻഡസ്ട്രിയൽ പോളിസി റെവല്യൂഷൻ ആൻഡ് ലിബറൽ ഫിസ്ക്കൽ പീരിയഡ്. Liberalization of the industrial and the trade policies by the government, it is the main factor responsible for the industrial recovery during the 1980. അപ്പോൾ എന്താണ് പ്രധാനമായിട്ടുള്ളത്? ലിബറലൈസേഷൻ ഓഫ് ദ ഇൻഡസ്ട്രിയൽ സെക്ടർ. ലിബറലൈസേഷൻ മീൻസ് ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം ഇൻഡസ്ട്രിയൽ സെക്ടറിലുള്ള ഉദാരവൽക്കരണവും അതുപോലെ തന്നെ വ്യാപാരത്തിലുണ്ടായ നയങ്ങളിലുണ്ടായ ഉദാരവൽക്കരണം, ഗവൺമെന്റ് അനുകരിച്ച ഉദാരവൽക്കരണമാണ് പ്രധാനമായിട്ട് ഇൻഡസ്ട്രിയൽ റിക്കവറി 1980 ഇൻഡസ്ട്രിയൽ റിക്കവറീസിൽ ഉണ്ടായത്. ഡൊമസ്റ്റിക് ബാരിയേഴ്സ് ടു എൻട്രി ആൻഡ് എക്സ്പാൻഷൻ വേറെ. അപ്പൊ ഡൊമസ്റ്റിക് ബാരിയേഴ്സ് ടു എൻട്രി, വിദേശത്ത് നിന്ന് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള ബാരിയർ നമ്മൾ എൻട്രി ആൻഡ് ദേ വർ റെഡ്യൂസ്ഡ്. Facilities for better technology and intermediate material inputs and they were provided, and a liberal fiscal regime also gave required stimulus for the recovery. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടാണ്? ആദ്യത്തേത് നമ്മൾ പറഞ്ഞത് ഇൻട്രഡക്ഷൻ ഓഫ് ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് ലിബറൽ ഫിസ്ക്കൽ പീരീഡ്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തിനു വേണ്ടിയിട്ടാണ്? റെസ്പോൺസിബിൾ ഫോർ ദ ഇൻഡസ്ട്രിയൽ റിക്കവറി ഡ്യൂറിംഗ് ദ ഇയർ 1980s. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, there was a contribution from the agricultural sector was also encouraging. Additional demand for industrial goods was generated due to the increased prosperity of farmers in certain regions of the country. നമ്മൾ പറഞ്ഞില്ലേ, ഗ്രീൻ റെവല്യൂഷൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ ഗ്രീൻ റെവല്യൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ there was additional demand for industrial goods. ഞാൻ വീണ്ടും പറയേണ്ട ആവശ്യമില്ല. whenever the agricultural department has fared well, നല്ലോണം അവർക്ക് ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ വർഷങ്ങളിലും അതിനോട് പിന്നീടുള്ള വർഷങ്ങളിലും there was a huge demand for industrial goods because of the increased prosperity of farmers in certain regions of the country. അതുപോലെ തന്നെ മൂന്നാമത്, സൈഡ് ബൈ സൈഡ് വിത്ത് ദ ഗ്രോത്ത് ഇൻ ദ ഇൻഡസ്ട്രിയൽ സെക്ടർ there was also growth in the service sector. There was a significant increase in the government spending in all services in 1980-കളിൽ. സേവന മേഖലയിൽ ഗവൺമെന്റ് ധാരാളമായിട്ട് പൈസ ചെലവാക്കാൻ, പിന്നെ ക്യാപിറ്റൽ മുതൽ മുടക്കാൻ തുടങ്ങി. പർട്ടിക്കുലർലി ഡിഫൻസിലും പൊതുഭരണത്തിലും ജനറൽ അഡ്മിനിസ്ട്രേഷനിലും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പൊതു ഭരണത്തിലും അതുപോലെ തന്നെ ഡിഫൻസ് മേഖലയും. എന്തുകൊണ്ടാണ്? അപ്പോൾ കൺസ്യൂമർ ഗുഡ്സ്, ആസ് എ റിസൾട്ട് കൺസ്യൂമർ ഗുഡ്സ് ഡിമാൻഡ് ആൻഡ് ഹെൻസ് ദെയർ പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ്, പുഷിംഗ് അപ്പ് ദ റേറ്റ് ഓഫ് ഇൻഡസ്ട്രി ഗ്രോത്ത്. അപ്പോൾ കൺസ്യൂമർ ഗുഡ്സിന്റെ ഡിമാൻഡ് ഗണ്യമായിട്ട് വർദ്ധിക്കാൻ തുടങ്ങി. അല്ലേ? സർവീസ് സെക്ടർ വർദ്ധിച്ചപ്പോൾ those who are actually engaged in the service sector, they are likely to get a better income and these people will definitely, they will go and demand, they will have a better demand for industrial goods and also other consumer goods. The infrastructure development, then there was also revival. നമ്മൾ പറഞ്ഞു ഡീസെലറേഷൻ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട കാര്യം, there was no incentive for infrastructure growth. ഇവിടെ there was a revival in the investment in the infrastructure sector in the 80s. കാരണം എന്താണ്? നല്ല ഇൻഫ്രാസ്ട്രക്ചർ മീൻസ് ഇറ്റ് contributed to raising the degree of efficiency of the industrial sector. Then comes the fourth phase, due to the balance of payment. ഇവിടെയാണ് നമ്മൾ 1991 ഞാൻ ഇന്നലെ പറഞ്ഞു, നിങ്ങൾ 1991 ഇന്ത്യ had to face the worst of the economic crisis. 1991 ക്രൈസിസ് ആണ് which forced the government to go in for liberalization, privatization and globalization. അത്രയും വരെ ഇന്ത്യ റേറ്റ് ഓഫ് ഗ്രോത്ത് ആയിരുന്നു 3.5% ഗ്രോത്ത് ആയിരുന്നു. പക്ഷേ once we introduced this LPG, liberalization, privatization, globalization, then the economy need not actually go, they had not to look back. അവർക്ക് പുറകിലോട്ട് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വന്നില്ല. സ്റ്റിൽ നൗ ഇപ്പോഴും ഇന്ത്യ ലിബറലൈസേഷന് ശേഷം ഇറ്റ് ഈസ് നൗ നമ്മൾ ചൈനയെ നമ്മൾ സർപ്പാസ് ചെയ്ത് India has become the most advanced economies in the one of the most developing economies in the world. We are overcoming we have actually overcome the China also. So due to the balance of payments 1990 ഇന്നത്തെ പേപ്പറിലുണ്ട്, പിന്നെ നമ്മളുടെ പാകിസ്ഥാനിന് പിന്നെ IMF ഏകദേശം $2 ബില്യൺ സഹായം കൊടുത്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ഇതിന്റെ അടിത്തറ
വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റ് രാജ്യങ്ങളുടെ മുമ്പിൽ അവർക്ക് തല ഉയർത്തി നിൽക്കും. വി ആർ നോ മോർ എ ഇൻഡെറ്റഡ് കൺട്രി. കടബാധ്യതയുള്ള ഒരു രാജ്യമൊന്നല്ല. വി ഹാവ് ഓൾസോ ഗോട്ട്, നിങ്ങൾ അറിയണ്ട എവിടെ ഞങ്ങൾക്ക് കിട്ടിയെന്ന്. ദർ ആർ പീപ്പിൾ, വെൽ വിഷേഴ്സ് ആൻഡ് ബെനഫാക്ടേഴ്സ് ഹു ഹാവ് ആക്ച്വലി കോൺട്രിബ്യൂട്ടഡ് ആൻഡ് ദെർഫോർ നൗ വി ആർ വെരി കംഫർട്ടബിൾ ഇൻ ദ മാറ്റർ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. അപ്പോൾ ഫോറിൻ ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് 91 then but boomed for 4 years after that, peaking 95 to 96. This was followed by a steep deceleration for 7 years, that is 2002-2003. A second boom took place for another 4 years, 2003-4 തൊട്ട് 2003-8 വരെ. അപ്പോൾ 1990-കളിലെ ബൂം ഏകദേശം 95-96 വരെ മാത്രമേ നിന്നുള്ളൂ. അതിനുശേഷം there was a lot of deceleration, ഒരു മാന്ദ്യം സംഭവിച്ചു for 7 years, 2002-3 തൊട്ട് മനസ്സിലായോ 4 തൊട്ട് 2007 വരെയും. അതിനുശേഷം സെക്കൻഡ് ബൂം ടു പ്ലേസ് ഫോർ അനദർ 4 years, അതായത് എന്താണ് 2003-4 തൊട്ട് 2008 വരെ. ഈ 19 വർഷക്കാലം, അതായത് 91-92 തൊട്ട് 2010 വരെ കൺസ്യൂമർ ഡ്യൂറബിൾസ് ഗ്രൂ അറ്റ് ദ ഫാസ്റ്റസ്റ്റ് അറ്റ് 9.3% per year, followed by capital goods 8.1% ആയിരുന്നു. ഇവിടെ ഉണ്ടാകണം അതെ ബേസിക് ഗുഡ്സ്, ക്യാപിറ്റൽ ഗുഡ്സ് 2000-2001 ബേസിക് ഗുഡ്സ് 5.9%, 10 5.8%, 9 പിന്നെ 5.9%. മനസ്സിലായോ? ജനറൽ ഇൻഡെക്സ് 6.8 പോയി, 4.8 ഒക്കെ ആയിരുന്നു, അത് 6.8 പോയി. ആൻഡ് ഇറ്റ് ഹാസ് ബീൻ ഏബിൾ ടു റീറ്റെയിൻ ദ growth path which was attained in 2001 and 2010. Durables, consumer durables 5.78%, intermediate goods 7.7%, it has come down. Then capital goods in the വർദ്ധനവ് നോക്ക് 3.6 തൊട്ട് 12.6 കയറി, വീണ്ടും 8.1 യഥാർത്ഥത്തിൽ അത് കുറയുകയും ചെയ്തു. മനസ്സിലായ? ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് വിച്ച് വാസ് 1991-92 less than 1% started picking up 1993-94. എന്നിട്ട് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് റേറ്റ് എന്താണ്? ഇറ്റ് റീച്ച്ഡ് എ പിനക്കിൾ ഓഫ് 13%. 95-96 അത് 13% ആയി. പക്ഷേ അതിനുശേഷം അത് ഡിക്ലൈൻ ചെയ്ത് 5.5% കുറഞ്ഞു 1998-2000. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്? ദർ വാസ് 1991 തൊട്ട് 2010 വരെ ഏകദേശം 20 വർഷക്കാലം ദർ വാസ് നോട്ട് എ സ്റ്റഡി ഇൻക്രീസ്, ബട്ട് ദർ വാസ് ഇന്റർമിറ്റന്റ് അപ്സ് ആൻഡ് ഡൗൺസ്. ഇന്റർമിറ്റന്റ് മീൻസ് ചില സമയത്ത് വർധനവാർന്ന്, ചില സമയത്ത് താഴെയായിരുന്നു. ഇന്റർമീഡിയറ്റ് അപ്സ് ആൻഡ് ഡൗൺസ്. ദ ഓവറോൾ ഗ്രോത്ത് ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ഓവർ ദ 10-year period of 95-2005 and the subsequent 7-year period of 2005-13 has been an uniform 6.8% growth in the annual. Among the factors identified, എന്താണ് ലെസ് ദാൻ ദ ഡിസൈർഡ് ഗ്രോത്ത്? നമ്മൾ ഉദ്ദേശിച്ച പോലെ നമ്മളുടെ ഗ്രോത്ത് റേറ്റ് നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തെല്ലാമാണ്? ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഡിഡ് നോട്ട് ടേക്ക് പ്ലേസ് ആസ് എക്സ്പെക്റ്റഡ് സിൻസ് ദ ഗ്രോത്ത് ഇൻ ദ ലേബർ ഇൻറ്റൻസീവ് ഇൻഡസ്ട്രീസ് ഡിഡ് നോട്ട് ഇൻക്രീസ്. അപ്പോൾ ഈ പിന്നെ തൊഴിലിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള മേഖലകളുണ്ടായി. അതായത് പറഞ്ഞാൽ ലേബർ ഇൻറ്റൻസീവ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞത് അവരുടെ പ്രവർത്തനങ്ങൾ വളരെ മോശമായിരുന്നു. ദെർഫോർ അവർക്ക് ഈ ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജി ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന വ്യവസായ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നം കുറവായിരുന്നു. അത് ദേ കുഡ് നോട്ട് ഇൻക്രീസ് ആൻഡ് ഹെൻസ് ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെന്റ് ആൻഡ് ഔട്ട്പുട്ട് റിമെയിൻഡ് ഓൾമോസ്റ്റ് ദ സെയിം. ഈ മേഖലയിൽ തൊഴിൽ പിന്നെ കൂടുതൽ തൊഴിലിന് പ്രാവീണ്യം കൊടുത്തുകൊണ്ടുള്ള വ്യവസായ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നവും കുറവായിരുന്നു. അത് കാരണം അവരുടെ എംപ്ലോയ്മെന്റ്, ഈ മേഖലയിലെ എംപ്ലോയ്മെന്റും കുറവായിരുന്നു. ദെൻ ഇൻഫ്രാസ്ട്രക്ചർ വീണ്ടും അതിന്റെ കുറവുണ്ട്. എക്സ്പോർട്ട് ക്രെഡിറ്റ്, അൺസ്യൂട്ടബിൾ മൈക്രോ എക്കണോമിക് പോളിസി എൻവയറമെന്റ്. ഇന്ത്യസ് എക്സ്പോർട്സ് വെയർ റെസ്ട്രിക്റ്റഡ് ടു സ്കിൽ ആൻഡ് ടെക്നോളജി ഇന്റൻസീവ് പ്രൊഡക്ട്സ്. ഇപ്പോൾ ലേബർ ഇൻറ്റൻസീവ് പ്രൊഡക്ട്സിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ ഈ സമയത്ത് ഇന്ത്യസ് എക്സ്പോർട്സ് വെർ റെസ്ട്രിക്റ്റഡ് ടു സ്കിൽ, ഹൈലി മാനുഫാക്ചർ, ഹൈ
സ്കിൽ ഉപയോഗിച്ചുകൊണ്ട് മാനുഫാക്ചർ ചെയ്യുന്ന ഉൽപ്പന്നങ്ങളും ഹൈ ടെക്നോളജി ഇൻറ്റൻസീവായിട്ട് ഉള്ള ഉൽപ്പന്നങ്ങൾ മാത്രമേ നമ്മൾക്ക് ഉൽപ്പാദിപ്പിച്ച് നമുക്ക് വിദേശത്തേക്ക് കയറ്റിയെടുക്കാൻ സാധിച്ചുള്ളൂ. ഓൾദോ നമുക്കറിയാം നമുക്ക് ആവശ്യമായിട്ടുള്ള കോമ്പറ്റീറ്റീവ്നെസ് ഉണ്ട്, നമുക്ക് അതിൻ്റെ പ്രാവീണ്യമുണ്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് എക്സ്പോർട്ട് ലാർജ് മറ്റ് ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാനും മറ്റ് രാജ്യത്തേക്ക് നമുക്ക് കയറ്റിയെടുക്കാനായിട്ട് നമുക്ക് കഴിവുണ്ടെങ്കിലും പക്ഷേ ഈ സമയത്ത് നമ്മൾക്കത് ഈ മേഖലയിൽ നിന്നുള്ള എക്സ്പോർട്ട് ക്രെഡിറ്റും ഡ്യൂ ടു ദ ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായില്ല. എക്സ്പോർട്ട് ക്രെഡിറ്റ് മനസ്സിലായി, ക്രെഡിറ്റ് മീൻസ് പിന്നെ വായ്പ എടുക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ അൺസ്യൂട്ടബിൾ ഗവൺമെന്റ് അന്നേരത്തേക്ക് ഫോളോ ചെയ്തെന്ന് വെച്ചാൽ അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള മാക്രോ ഇക്കണോമിക് പോളിസി എൻവയറൻമെന്റ് ഇതെല്ലാം നമ്മുടെ രാജ്യത്തിന്റെ വ്യവസായത്തിന്റെ വളർച്ചയെ ഒരു പരിധിവരെ ബാധിച്ചു. ദെൻ സം ഓഫ് ദ അതർ ഫാക്ടേഴ്സ് മറ്റു കാര്യങ്ങളൊക്കെ എന്താണ്? ഡിക്ലൈൻ ഇൻ ദ എക്സ്പോർട്സ് ഇൻ 1997 1997 ഉണ്ട് ഡിക്ലൈൻ ഇൻ എക്സ്പോർട്സ്. ദെൻ ടൈറ്റ് മോണിറ്ററി 1995-96 ടൈറ്റ് മോണിറ്ററി പോളിസി. എന്താണ് ടൈറ്റ് മോണിറ്ററി പോളിസി? നമുക്കറിയാലോ, ഫിസിക്കൽ പോളിസീസ് ആക്ച്വലി ഇഷ്യൂഡ് ബൈ ദ ഗവൺമെന്റ്, നേരെ മറിച്ച് മോണിറ്ററി പോളിസീസ് ഇഷ്യൂഡ് ബൈ ദി RBI. അപ്പൊ ഇൻഫ്ലേഷനോ ഡിഫ്ലേഷനോ കൂടുതലാണെങ്കിൽ അവരെന്ത് ചെയ്യും? ടൈറ്റ് ആയിട്ടുള്ള മോണിറ്ററി പോളിസി. ടൈറ്റ് മോണിറ്ററി പോളിസി മീൻസ് ദേ വിൽ ഇൻഫ്ലേഷൻ്റെ റേറ്റ് കൂടുതലാണെങ്കിൽ ദേ വിൽ ഫോളോ. ഇപ്പൊ എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നത്. ഇപ്പൊ ഇന്നലെ ഒരു അമേരിക്കൻ ഇക്കോണമിയിൽ എക്സ്പ്രസ്ഡ് സൈ ഓഫ് റിലീഫ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലേഷൻ്റെ റേറ്റ് അതിൻ്റെ വർദ്ധിക്കുന്നതിൻ്റെ റേറ്റ് ഇച്ചിരി ഒരു കുറവ് വന്നിട്ടുണ്ട്. ഇന്ത്യൻ ഇക്കോണമിയും ഇന്ത്യയുടെ RBIയും കഴിഞ്ഞ പിന്നെ പോളിസി അനൗൺസ്മെന്റിന് മോണിറ്ററി പോളിസി അനൗൺസ്മെന്റ് അവർ പറഞ്ഞു ഫോർ ദ ടൈം ബീങ് ഞങ്ങൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുന്നില്ല. ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുന്നത് എപ്പോഴാണ്? ടൈറ്റ് മണി പോളിസി എപ്പോഴും ഫോളോ ചെയ്യുന്നത് വെൻ എവർ ദ ഇക്കോണമി ഫേസസ് ആൻ ഇൻഫ്ലേഷണറി പ്രഷർ. മനസ്സിലായോ? അപ്പോൾ എന്തുകൊണ്ടാണ്? ഒന്ന് the tight money policy followed in 1995-96, that is mainly because of inflationary pressures and due to the quick saturation of pent-up means pent-up domestic demand. Pent-up means ആവശ്യത്തിനുണ്ടായിട്ടുള്ള ഒരു ഡൊമസ്റ്റിക് ഡിമാൻഡ്, ആഭ്യന്തരമായിട്ടുള്ള ഡിമാൻഡ്, സാധന സേവനങ്ങളുടെ ഡിമാൻഡ് ഗണ്യമായിട്ട് അത് അഷ്വേർഡ് ആണ്, അതിനകത്തും കുറവ് വന്നു. പെൻഡപ്പ് മീൻസ് അഷ്വേർഡ് ആയിട്ടുള്ള ഡിമാൻഡിലും യഥാർത്ഥത്തിൽ കുറവ് വന്നു. ഇതാണ് നമ്മൾ പറഞ്ഞത്. Thus, the Indian manufacturing sector did not perform well. എന്തുകൊണ്ടാണ് പെർഫോം വെൽ ഇതായത്? What are there were a lot of structural distortions. There were certain lot of problems. What are the major problems? Problem with the reallocation of labor across the sectors. So, labor across the sectors means tiny industries, കുടിൽ വ്യവസായങ്ങൾ, ചെറുകിട വ്യവസായങ്ങൾ, ഈ മേഖലയിൽ നിന്നും കൂടുതൽ ആളുകൾ ഇതിനകത്ത് അവർ യഥാർത്ഥത്തിൽ കൂടുതലായിട്ട് ആവശ്യത്തിൽ കൂടുതൽ ആളുകളുണ്ടായി. നേരെ മറിച്ച് സ്കിൽഡ് ആയിട്ടുള്ള മേഖലയിലും അതുപോലെ തന്നെ പിന്നെ ഹൈ ടെക്നോളജി ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന വ്യവസായ സ്ഥാപനങ്ങളിലും യഥാർത്ഥത്തിൽ ദേ കുഡ് നോട്ട് റീഅലോക്കേറ്റ് ദെൻ എക്സസീവ്ലി സ്മോൾ സ്കെയിൽ ഫേംസ്. പല കമ്പനികളും യഥാർത്ഥത്തിൽ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളായിരുന്നു. ലോ ഫേം ടേൺ, ഓരോ കമ്പനികളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന്റെ ടേൺ ഓവർ വളരെ കുറവായിരുന്നു. പുവർ മാർക്കറ്റ് ഓറിയന്റേഷൻ, പെർസിസ്റ്റന്റ് സ്റ്റേറ്റ് ഓണർഷിപ്പ്. Then the reforms during the succeeding years have, however, increased the effective competition in the domestic market with easier imports and entry of new firms. ഇതെല്ലാമായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട പ്രോബ്ലം. പക്ഷെ ഈ പ്രോബ്ലം ഒക്കെ ഒരു പരിധി വരെ സക്സീഡിങ് പിന്നീടുള്ള വർഷങ്ങളിൽ ഈ പ്രോബ്ലത്തിനൊക്കെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് പരിഹാരം കണ്ടെത്താൻ സാധിച്ചു. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ഇൻക്രീസ്ഡ് ഇഫക്റ്റീവ് കോമ്പറ്റീഷൻ. നല്ല എന്താണ് അതിനെ പറഞ്ഞത്, ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ, നല്ലൊരു മത്സരം മത്സരത്തിൽ ഡൊമസ്റ്റിക് മാർക്കറ്റിലുണ്ടായ മത്സരം വിത്ത് ഈസിയർ ഇമ്പോർട്ട്സ്, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അസംസ്കൃത പദാർത്ഥങ്ങളും ടെക്നോളജിയെല്ലാം ഇമ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ടും അതുപോലെ തന്നെ പുതിയ വ്യവസായ സ്ഥാപനങ്ങൾക്ക് നമ്മൾ എൻട്രി കൊടുക്കുകയും ചെയ്തത് കാരണം ദർ വാസ് എ ലോട്ട് ഓഫ് ഇഫക്റ്റീവ് കോമ്പറ്റീഷൻ. ദെൻ capital goods in the യഥാർത്ഥത്തിൽ വില പ്രൈസ്, there was a decline in the prices of the capital goods, making fixed investments more productive. അപ്പോൾ ക്യാപിറ്റൽ ഗുഡ്സിന്റെ യഥാർത്ഥത്തിൽ വിലയിലുണ്ടായ കുറവ് യഥാർത്ഥത്തിൽ what happened, it made fixed investments more productive. അപ്പോൾ there was emerged
there has emerged a buyer's market in industrial goods with improved quality. So there was not only the producers market, but there was also a buyer's market for industrial goods with improved quality, variety, and after-sales service of these goods. There is no after-sales service. After-sales service, government could not quality improve, variety of industrial goods produce, and after-sales service also they introduced. Production efficiency increase, which has helped in facing the competition from China. China are നമ്മുടെ ഏറ്റവും വലിയ കോമ്പറ്റീഷൻസ്. ഇപ്പോഴും ടോയ്സിന്റെ കാര്യത്തിൽ ചൈനീസ് ടോയ്സ് വെട്ടാനൊന്നും ഇന്ത്യൻ ടോയ്സിന് ഇതുവരെ ആയിട്ടില്ല. ഇന്ത്യൻ ടോയ്സിൽ വെട്ടും, പക്ഷെ എപ്പോഴാണ്, ബട്ട് ദ പ്രൈസ് വിൽ ബി വെരി വെരി ഹൈ. അതുകൊണ്ടാണ് ആന്റി ഡംപിങ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഡംപിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായോ, സ്വന്തം രാജ്യത്തിൽ വില കൂടുതൽ വിൽക്കുകയും മറ്റ് രാജ്യങ്ങളിൽ ഈ വസ്തു തന്നെ വില കുറച്ച് വിൽക്കുകയും ചെയ്ത് പറഞ്ഞാൽ ഡംപ് ചെയ്യാന്ന് പറഞ്ഞു. ഇപ്പൊ ഗവൺമെന്റിനെ ഈ മേഖലയിൽ ഡീൽ ചെയ്യുന്ന കച്ചവടക്കാരും ഉൽപ്പാദിപ്പിക്കുന്ന ആളുകളെല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് ഗവൺമെന്റിൽ നിന്ന് ക്ലാമർ ചെയ്തിരിക്കുന്ന കാരണം ആന്റി ഡംപിങ് ഡ്യൂട്ടി ഏർപ്പെടുത്തണം. ഇപ്പൊ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ചൈനീസ് ഗുഡ്സിന് അവിടെ ചിലപ്പോൾ 10 രൂപയാണെങ്കിൽ ഇവിടെ നമ്മൾ 5 രൂപയ്ക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ ഡ്യൂട്ടി നമ്മൾ ഏർപ്പെടുത്തുമ്പോൾ ചിലപ്പോൾ 10 പകരമായിട്ട് 15 ആവും. നേരെ മറിച്ച് ഇന്ത്യൻ ടോയ്സ് ഒക്കെ നമുക്ക് ചിലപ്പോൾ 10 രൂപയ്ക്ക് കിട്ടിയിരിക്കും. അങ്ങനെ നമ്മളെ സംരക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ദ കോമ്പറ്റേറ്റീവ് പ്രഷേഴ്സ് ഓഫ് സ്പേർഡ് ഇന്നോവേഷൻ. അപ്പൊ കൂടുതൽ മത്സരങ്ങൾ, മനസ്സിലായോ, കൂടുതൽ മത്സരങ്ങൾ, ശക്തിയായിട്ടുള്ള മത്സരങ്ങൾ വന്നപ്പോൾ പല കണ്ടുപിടുത്തങ്ങൾക്ക് സ്പേർഡ് ഇന്നോവേഷൻ ആൻഡ് പല പുതിയ ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്യും. Then the ability of Indian industry to acquire and manage factories and firms in developed economies is relatively advanced manufacturing industries shows their growing strength and stature. Who are able to acquire and manage factories and firms in developed economies. നമുക്കറിയാം പല കൺസ്ട്രക്ഷൻ. ലെറ്റ് us take the case of L&T. L&Tക്ക് അവരുടെ കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ അവർക്ക് പല ആംസ് ഉണ്ട്, പല മേഖലകളുണ്ട്. പ്രത്യേകിച്ച് ഹൈഡ്രോ കാർബൺ, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ, ഇങ്ങനെ മേഖലകളിൽ L&T, അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ, നാഗാർജുന കൺസ്ട്രക്ഷൻ, ഇവരൊക്കെ എല്ലാം ഇപ്പൊ ഇന്ത്യയിൽ മാത്രമല്ല മറ്റ് രാജ്യങ്ങളിലും അവരുടെ പ്രസൻസ് ഇപ്പോൾ അവിടെ ഫീൽ ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. Now comes എന്താണ് ദ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇതെന്തിനു വേണ്ടിയിട്ടാണ് ചുരുക്കി പറഞ്ഞുതരാം. MRTP ആക്ട്, മോണോപ്പൊളി റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് കമ്മീഷൻ, ഇവരെ കൊണ്ട് വലിയ ശല്യമായിരുന്നു, മനസ്സിലായോ. അതിന് പകരമായിട്ട് ബദലായിട്ട് കൊണ്ടുവന്നതാണ് ദ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. കാരണം ഇത് ഒരു ഗവൺമെന്റ് സ്പോൺസേഡ് ഇതാണ്. അപ്പോൾ അത് കാരണം ഇത് പലപ്പോഴും എപ്പോഴാണ് പല കമ്പനികളും മെർജ് ചെയ്യും, അമൽഗമേഷൻ നടത്തും. ഇതിനു വേണ്ടിയിട്ടാണ് വിപണിയിലെല്ലാം മാർക്കറ്റ് പിടിക്കുന്നതിന് വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് എല്ലാ മേഖലകളിലുണ്ട് ഇതെല്ലാം. എന്താണ്, സിമെന്റ് മേഖലയിൽ, ഓട്ടോമൊബൈൽ മേഖലയിലും, ഫാർമസ്യൂട്ടിക്കലിൽ, റിയൽ എസ്റ്റേറ്റിൽ, ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജിയിൽ, ഇവിടെ എല്ലാത്തിനകത്തും എന്തുണ്ട്, ഒരു കോമ്പറ്റീഷൻ കമ്മീഷൻ ഇതുണ്ട്, ഒരു അപ്പെക്സ് ബോഡി ഉണ്ട്. In 7 years of functioning, the competition commission has made its presence left in the various industries. നമുക്ക് സെബിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് സ്റ്റോക്ക് മാർക്കറ്റിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ട്, സെബി ഉണ്ട്. ടെലികോം നമുക്ക് നിയന്ത്രിക്കുന്നത് ട്രായ് ഉണ്ട്, മനസ്സിലായോ. അപ്പൊ അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബോർഡ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്, പ്രധാനമായിട്ട് ഈ കോമ്പറ്റീഷൻ മൊണോപ്പൊളി റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ആക്ട് പലപ്പോഴും അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പല വ്യവസായങ്ങൾക്കും ഇവരുടെ ആ ഗോ സ്ലോ മെത്തഡ് കാരണം, ഇവർ ലൈസൻസ് കൊടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം അവർക്ക് പലപ്പോഴും പല വ്യവസായ സ്ഥാപനങ്ങൾക്കും അത് പ്രവർത്തിക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ അതിന് പകരമായിട്ട് 2002 ഒരു കോമ്പറ്റീഷൻ ആക്ടിൽ കൂടി നമ്മൾ എന്താണ്, കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്ത് 2003 എസ്റ്റാബ്ലിഷ് ചെയ്ത് അത് യഥാർത്ഥത്തിൽ ഫുള്ളി ഫങ്ഷണൽ ആയത് 2009 ഇതൊരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. അതായത് അവർക്ക് വേണമെങ്കിൽ
എന്തെങ്കിലും ഈ കമ്പനികൾക്കെതിരായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കമ്പനികൾക്ക് അത് പഠിച്ചുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ അതിനെക്കുറിച്ച് ഒരു വിധി വേണമെങ്കിൽ പ്രഖ്യാപിക്കാം. അപ്പോൾ പലപ്പോഴും ഇത് വരുമ്പോൾ ഇവർ ഒരു അൾട്ടിമേറ്റ്, ഈ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഒരു അൾട്ടിമേറ്റ് അതോറിറ്റി അല്ല. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അവരുടെ ബോഡിയിൽ, അല്ലെങ്കിൽ കോമ്പറ്റീഷൻ കമ്മീഷൻ നമ്മളെ ക്വാസി ജുഡീഷ്യറി മീൻസ് അർത്ഥ ജുഡീഷ്യറിയാണ്. അപ്പൊ അവർക്ക് വേണമെങ്കിൽ പല പല നിയമനിർമ്മാണങ്ങളും അല്ലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ചില ജഡ്ജ്മെന്റുകളൊക്കെ നടത്താം. ഈ ജഡ്ജ്മെന്റ് യഥാർത്ഥത്തിൽ ഇത് അഫക്റ്റ് ചെയ്യുന്ന പാർട്ടിക്ക് സ്വീകാര്യമല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഒരു അപ്പലേറ്റ് ട്രൈബ്യൂണൽ ഉണ്ട്. അവർക്ക് വേണമെങ്കിൽ കോമ്പറ്റീഷൻ അപ്പലേറ്റ് ട്രൈബ്യൂണലിൽ പോവാം. മനസ്സിലായി? ഈ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പലപ്പോഴും പ്രഖ്യാപിക്കുന്ന ജഡ്ജ്മെന്റ് എപ്പോഴും കമ്പനികൾക്ക് വിരുദ്ധമാണ്. അങ്ങനെ അതിന് പകരമായിട്ടാണ് അതിന് പകരമായിട്ടാണ് ഒരു അപ്പലേറ്റ് ട്രൈബ്യൂണൽ ഉള്ളത്. ഈ അപ്പലേറ്റ് ട്രൈബ്യൂണൽ പലപ്പോഴും കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുള്ള ഓർഡറുകൾ മെയിൻലി ഫോർ ദ വയലേഷൻ ഓഫ് ദ പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് ദാറ്റ് പ്രൊവൈഡ്സ് എവരിവൺ എ ഫെയർ ഹിയറിംഗ് ബിഫോർ ലോ. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ, സിമെന്റ് കമ്പനികൾ ചിലപ്പോൾ ട്രസ്റ്റായിട്ടും ഇതായിട്ടും കൃത്രിമമായിട്ട് വില കൂട്ടും. ഇത് ഈ ഒളിഗോപ്പൊളി വ്യവസായ സ്ഥാപനം, അത് ഞാൻ അന്ന് എടുത്തപ്പോൾ ദോസ് ഹു അറ്റൻഡഡ് ദാറ്റ് ക്ലാസ്, ഈ ഒളിഗോപ്പൊളി വ്യവസായ സ്ഥാപനത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. ഇവർ പലപ്പോഴും മനസ്സിലായി, മറ്റുള്ളവർ അറിയാതെ പതുക്കെ പതുക്കെ അവർ വില കയറ്റിക്കൊണ്ടിരിക്കും. യഥാർത്ഥത്തിലുള്ള ഒരു വില കയറ്റമല്ല. ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അത് പ്രത്യേകിച്ച് സിമെന്റ്, മനസ്സിലായി, ഈ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഈ ഇൻസൈഡ് ട്രേഡിംഗ് എന്ന് അതിനെ പറയുന്നത് പൊതുജനങ്ങൾ അറിയില്ല. മനസ്സിലായ? മെർജറും അക്വിസിഷനൊക്കെ വരുമ്പോൾ സിമെന്റിന്റെ വില ക്രമാതീതമായിട്ട് അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ കമ്പനികൾ എന്ത് ചെയ്യുന്നത്, ടാറ്റ മോട്ടോഴ്സ് വില കൂടുമ്പോൾ അവർ പതുക്കെ ഇപ്പുറത്തെ എന്ത് ചെയ്യും, മറ്റുള്ളവർ വില കൂട്ടും. അപ്പോൾ ഹോണ്ടക്കാർ വില കൂട്ടും, അപ്പോൾ ഹുണ്ടൈക്കാർ വില കൂട്ടും. അപ്പോൾ ഇത് ആരാണ് വഹിക്കുന്നത്? ഇറ്റ് ഈസ് എ കൺസ്യൂമേഴ്സ് ഹു ഹാവ് ടു ബെയർ ദിസ്. മനസ്സിലായോ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ യഥാർത്ഥത്തിൽ അവർ നിലവിൽ കൊണ്ടുവന്നിരിക്കുന്നത്. There has also concerns regarding the validity of CCI as it may infringe upon the functional domain of other sector-specific regulations. RBI, they are actually എല്ലാ ബാങ്കുകളും നിയന്ത്രിക്കുന്ന ബോഡിയാണ് RBI. അതുപോലെ തന്നെ സെബി, സ്റ്റോക്ക് മാർക്കറ്റിനെ നിയന്ത്രിക്കുന്ന ബോഡിയാണ് SBI, സെബി എന്ന് പറഞ്ഞത്, SEBI, സെബി എന്ന് പറഞ്ഞത്. സോ ദർ ആർ ഓൾസോ കൺസേൺസ് റിഗാർഡിംഗ് ദ വാലിഡിറ്റി ഓഫ് CCI, കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ തന്നെ ആവശ്യമാണോ എന്നുള്ളത് ഇതാണ്. അപ്പോൾ രണ്ടും MRTP ആക്ട്, MRTPC, മോണോപ്പൊളി റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് കമ്മീഷന്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇപ്പോൾ പലവരും വിചാരിക്കുന്നത് ഇതിൻ്റെയും ഇപ്പോൾ ആവശ്യകത ഉണ്ടോ എന്നുള്ളതിനാണ് നമ്മൾ പറയുന്നത്. ഫ്യൂച്ചർ ചലഞ്ച് ബിഫോർ ദ CCI, എന്താണ് അതിൻ്റെ ചലഞ്ച് എന്ന് പറയുന്നത്? ഇറ്റ് ഇൻക്ലൂഡ് സ്ട്രീം ലൈനിങ് ഇറ്റ്സ് പ്രോസസ്സസ് ടു റെഡ്യൂസ് ദ ടൈം ടേക്കൺ. അപ്പോൾ അത് ഇനോർഡിനേറ്റ് ഡിലേ, മനസ്സിലായോ? രണ്ട് കമ്പനികൾ തമ്മിൽ മെർജ് ചെയ്യുമ്പോൾ, രണ്ട് ബാങ്കുകൾ തമ്മിൽ മെർജ് ചെയ്യുമ്പോൾ, ഇപ്പോൾ IDFC ബാങ്കും IDFC ബാങ്കും തമ്മിൽ മെർജ് ചെയ്യാൻ പോവുകയാണ്. HDFC ബാങ്കും തമ്മിൽ മെർജ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ 13-ാം തീയതിയായിട്ട് ഇറ്റ് വിൽ സ്റ്റാർട്ട് ഓപ്പറേറ്റിംഗ് ആസ് വൺ എൻറ്റിറ്റി, ദാറ്റ് ഈസ് ദ HDFC ബാങ്ക്. അപ്പോൾ HDFC ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ മെർജറും അക്വിസിഷനൊക്കെ ഈ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് നമുക്ക് അതിൻ്റെ അംഗീകാരം കിട്ടണം. അപ്പം മെർജർ ഫൈലിങ്സ് ഇനിഷ്യലി ഇറ്റ് ടുക്ക് ലെസ് ദാൻ 30 days, സാധാരണ 30 ദിവസത്തിന് താഴെയാണ്. ബട്ട് ബിക്കോസ് ഓഫ് ദ ഇൻക്രീസ്, പക്ഷേ ആളുകൾ ആപ്ലിക്കേഷൻസിൻ്റെ എണ്ണം കൂടിയത് കാരണം ദ ടൈം ടേക്കൻ ഹാസ് ഈവൻ ഡബിൾഡ് ആൻഡ് ട്രിപ്പിൾഡ്. സിൻസ് ദ CCI is being seen as a hurdle, നമ്മളെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന് ഏറ്റവും കൂടുതൽ തടസ്സം നിൽക്കുന്നത് ഇപ്പോൾ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു പ്രചാരം വന്നിട്ടുണ്ട്. ഇറ്റ് ഹാസ് ടു എസ്റ്റാബ്ലിഷ് ഇറ്റ്സെൽഫ് ആസ് ഇറ്റ്സ് റോൾ ടു പ്രൊമോട്ട് ഫെയർ കോമ്പറ്റീഷൻ. അപ്പോൾ അത് പൊതുജനങ്ങൾക്ക് മനസ്സിലാവണം. അങ്ങനെയല്ല, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ ഞാൻ തടസ്സമായിട്ട് നിൽക്കുന്നതല്ല, പക്ഷേ വി ആർ പ്ലേയിങ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ടു പ്രൊമോട്ട് ഫെയർ കോമ്പറ്റീഷൻ ഇൻ ദ മാർക്കറ്റ്. ഇനി അടുത്തതാണ് നമ്മൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. ഇപ്പോൾ ഇൻഡസ്ട്രീസ്, ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് അതിൻ്റെ പ്രവർത്തനം എന്താണെന്ന് കണ്ട്, ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻസ് എത്രയാണെന്ന് കണ്ട്, അതിനുശേഷം പിന്നെ ലാർജ് ഇൻഡസ്ട്രീസ് കണ്ട്, വി ആർ ഗോയിങ് ടു ദ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. നമുക്കറിയാം യൂണിറ്റിൽ ദ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ഓഫ് 48-56, ഇത് കൂടാതെ 77-80, ഈ നാലിനകത്ത് 77-80
ഈ 4 ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷനിലും നമ്മളുടെ സ്മോൾ സ്കെയിൽ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളുടെ പ്രാധാന്യം, രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെയധികമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് SSI ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ വാട്ട് ഈസ് ദ റോൾ ഓഫ് SSI എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, അയ്യോ ഞങ്ങൾക്ക് അറിയാൻ പാടില്ല, ഞാൻ ഇത് കേട്ടിട്ട് പോലും ഇല്ല എന്ന് പറയരുത്. SSI മീൻസ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എപ്പോഴും പറയാതിരിക്കാനായിട്ടാണ്. അത് കാരണം ഇൻഡിപെൻഡൻസിന് ശേഷം ഇറ്റ് ഹാസ് ഗ്രോൺ ഇംപ്രസീവ്ലി സിൻസ് ഇൻഡിപെൻഡൻസ് വിത്ത് ആംബിൾ പ്രൊട്ടക്ഷൻ ഗവൺമെന്റിൽ നിന്നും, അതുപോലെ തന്നെ പല വേരിയസ് ആയിട്ടുള്ള സ്പോൺസറിങ് ഏജൻസിയിൽ നിന്നുള്ള വിത്ത് ബ്രോഡ് ഗൈഡ് ലൈൻസ് ഫോർ ദ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻസ്. ഇനി പ്രൊമോഷണൽ പോളിസീസ് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് റിലേറ്റിംഗ് ടു ഇൻഫർമേഷൻ, consultancy, entrepreneurship development, training, modernization, etc. They have been consistently provided for this. So ഇതിൻ്റെ ഈ മേഖലയ്ക്ക് കാര്യമായിട്ട് പ്രാധാന്യം കൊടുത്ത്, കാരണം എന്താണ്, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രത്യേകിച്ച് റൂറൽ ഏരിയ, ഏകദേശം 68% ഓഫ് ദ പോപ്പുലേഷൻ സ്റ്റിൽ റിസൈഡിങ് ഇൻ ദ റൂറൽ ഏരിയ. കാരണം ആഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസിന്, കുടിൽ വ്യവസായങ്ങൾക്ക്, ആഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസിന്, ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസിന്, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിന് ഈ പ്രധാനപ്പെട്ട ഭാഗം ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഇറ്റ് പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. മറക്കരുത് നിങ്ങൾ. ഓക്കെ, പ്രൊമോഷണൽ പോളിസീസ്, ടെക്നോളജി സപ്പോർട്ട്, ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ്, റോ മെറ്റീരിയൽസ്, ഇതെല്ലാം ഈ മേഖലയിലെല്ലാം കാര്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ വിമൻ ഓൺട്രപ്രനേഴ്സിന്, സംഘാടകർക്ക് SIDC സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നിന്നും, അതുപോലെ തന്നെ IDBI ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അത് പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾക്ക് ലോൺ കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. സപ്ലൈ ഓഫ് എസെൻഷ്യൽ റോ മെറ്റീരിയൽസ്, മെഷീനറി ഓൺ ഹയർ പർച്ചേസ് ബേസിസ്, എസ്റ്റാബ്ലിഷിംഗ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ്. നമുക്ക് കളമശ്ശേരി ചെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഉണ്ട്. ഇതുകൂടാതെ നമ്മൾ കാക്കനാട് പോയിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ ഇക്കണോമിക് സോൺസ് ഉണ്ട്. ഇവിടെ എല്ലാം ചെറിയ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾക്ക് അവരുടെ യൂണിറ്റുകൾ സ്ഥാപിക്കാനും പ്രവർത്തിച്ചു കൊണ്ടുപോകാനുമായിട്ടുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. കൺസെഷൻ റേറ്റ്, ഇവർക്കെല്ലാം കൺസെഷൻ എക്സൈസ് ഡ്യൂട്ടീസ്, അഥവാ അവർക്ക് പുറത്തുനിന്ന് റോ മെറ്റീരിയൽസ് ഇറക്കുമതി ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിച്ച പ്രത്യേകിച്ച് കരകൗശല വസ്തുക്കളൊക്കെ എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ എക്സൈസ് ഡ്യൂട്ടിയിൽ പിന്നെ ഇളവ് വരുത്തുന്നുണ്ട്. സിംപ്ലിഫൈങ് ദ പ്രൊസീഡിയേഴ്സ് ആർ എമംഗ് ദ other forms of assistance extended to the ICSE small scale industries. ഇനി നമ്മൾ ഇനി പറയാണ് മൈക്രോ MSME. ഒരു ഇന്നും കൂടെ കൂട്ടാൻ പാടില്ല നമ്മൾ. മീൻസ് മൈക്രോ മീൻസ് കുടിൽ വ്യവസായം, അതിനെ പറയുന്നത് കോട്ടേജ് ഇൻഡസ്ട്രീസ്. മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ഇന്ന് മാനുഫാക്ചർ 45% ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ 40% ഈ മേഖലയെ മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ആണ്. ഇനി കോൺട്രിബ്യൂഷൻ, ടോട്ടൽ എക്സ്പോർട്സിലേക്ക് 40% ഇവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. 69 മില്യൺ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്. അത് എത്രയാണ് എസ്റ്റിമേറ്റഡ്? ഇറ്റ് എംപ്ലോയീസ് 69 ബില്യൺ. നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓൾസോ എസ്റ്റിമേറ്റഡ്. ഏകദേശം 69 മില്യൺ യൂണിറ്റ്സ് ആണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. അവർ ഏകദേശം 69 മില്യൺ ആളുകൾക്ക് ജോലി കൊടുക്കുന്നുണ്ട്. ദ എംപ്ലോയ്മെന്റ് ഓഫ് 69 മില്യൺ ഈസ് ഫ്രം ദ ബോത്ത് രജിസ്റ്റേർഡ് ആൻഡ് അൺരജിസ്റ്റേർഡ് യൂണിറ്റ്സ് ടേക്കൻ ടുഗദർ. ഇനി രജിസ്റ്റേർഡ്. ഇനി ഇന്ത്യയിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ട്രഡീഷണൽ, അതുപോലെ തന്നെ മോഡേൺ. എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ടതെന്ന്? ഫോർ ട്രഡീഷണൽ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഖാദി, ഹാൻഡ്ലൂംസ്, വില്ലേജ് ഇൻഡസ്ട്രീസ്, ഹാൻഡിക്രാഫ്റ്റ്സ്, സെറികൾച്ചർ, പട്ടുനൂല് കൃഷി, അതുപോലെ തന്നെ കൊയർ. ഇതാണ് നമ്മൾ പറഞ്ഞത് ട്രഡീഷണൽ ആയിട്ടുള്ള ഇതാണ്. ഇവിടെ ഈ ട്രഡീഷണൽ നേരെ മറിച്ച് ഇവിടെ പ്രധാനമായിട്ട് അവർ ഉപയോഗിക്കുന്നത് ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജീസാണ്. അത് കൂടുതൽ മെഷീനൊന്നുമില്ല, മെഷീനറി ഒക്കെ വളരെ കുറവായിരിക്കുള്ളൂ. പക്ഷെ കൂടുതലും കൈ കൊണ്ടുള്ള പ്രവർത്തനത്തിൽ കൂടിയാണ് അവർ ജോലി ചെയ്യുന്നത്. ഇപ്പോൾ ലേബർ ഇൻറ്റൻസീവ്. നേരെ മറിച്ച് മോഡേൺ യൂണിറ്റ്സിൽ നമ്മൾ പറഞ്ഞില്ലേ രണ്ടായിട്ട് തരംതിരിച്ചാണ്. ട്രഡീഷണലി നമ്മൾ ലേബർ ഇൻറ്റൻസീവും, നേരെ മറിച്ച് മോഡേൺ യൂണിറ്റ്സിൽ നമ്മൾ വി യൂസ് എ സൊഫിസ്റ്റിക്കേറ്റഡ്, വി
എന്താണ് ഇൻക്ലൂഡ്സ് വൈഡ് റേഞ്ചിങ് ആൻഡ് സൊഫിസ്റ്റിക്കേറ്റഡ് പ്രൊഡക്ട്സ് ലൈക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് എഞ്ചിനീയറിംഗ് ഗുഡ്സ്. അതൊന്ന്. രണ്ടാമത് വേറൊരു ഡിസ്റ്റിങ്ഷനിങ് ഫീച്ചർ എന്താണ്? എംപ്ലോയ്മെൻറ്റ് ക്രൈറ്റീരിയ ആണ്. എംപ്ലോയ്മെൻറ്റ് ക്രൈറ്റീരിയ മീൻസ് ഈ സ്മോൾ സ്കെയിൽ ട്രഡീഷണൽ ഇൻഡസ്ട്രീസിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഫാമിലി ലേബറാണ് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? ഒന്നുമില്ലാത്ത സമയത്ത് നിങ്ങൾക്കൊക്കെ പല ഗ്രാമങ്ങളിലൊക്കെ പോകുമ്പോൾ ചിലവരൊക്കെ എന്ത് ചെയ്യും, ഈ ഗോ ടു കോയമ്പത്തൂർ, അവിടെ കുടിൽ വ്യവസായം പോയി ചെയ്യുന്നത് ഈ മോട്ടറെല്ലാം വൈൻഡ് ചെയ്യുന്നത് അവിടെയാണ്. മോട്ടോർ ബൈൻഡിങ് എല്ലാം അവിടെയാണ് നടക്കുന്നത് ഇതായിട്ട്. അതേപോലെ തന്നെ ഗ്രാമപ്രദേശത്തിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ വീട്ടിലെ പ്രായമായിട്ടുള്ളവരോ അല്ലെങ്കിൽ അമ്മമാരോ ഒക്കെ ചെയ്യുന്നത് എന്താണ്, അവരടുത്തുള്ള സ്ഥലത്ത് നിന്ന് കുറെ ബാമ്പു വെട്ടിക്കൊണ്ട് ഈറ്റ വെട്ടിക്കൊണ്ടുവരും. എന്നിട്ട് കൊട്ട നെയ്യും, പനമ്പ് നെയ്യും, ചട്ടി ഉണ്ടാകും. അപ്പൊ അവര് അവിടെ പുറത്തുനിന്ന് അവർ ആളെ എടുക്കുന്നില്ല അധികം. കാരണം പുറത്തുനിന്ന് എടുത്ത് ആളെ എടുത്തിട്ട് അവർക്ക് കൂലി കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഏറ്റവും കൂടുതലായിട്ട് അവർ ഉപയോഗിക്കുന്നത് എന്താണ്? ഫാമിലി ലേബർ ആണ്. നേരെ മറിച്ച് മോഡേൺ ഇൻഡസ്ട്രീസിൽ അവർ ഉപയോഗിക്കുന്നത് ഹയർഡ് ലേബർ ആണ്. ദെൻ മോഡേൺ യൂണിറ്റ്സ് പലപ്പോഴും എന്താണ്, ആക്സിലറി ഇൻഡസ്ട്രീസ് ടു ലാർജ് സ്കെയിൽ. ഞാൻ പറഞ്ഞല്ല, വൻകിട വ്യവസായ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത പദാർത്ഥങ്ങൾ സപ്ലൈ ചെയ്യുന്ന കമ്പനികളാണ് നമ്മൾ പറയുന്നത് ആൻസിലറി ഇൻഡസ്ട്രീസ്. നേരെ മറിച്ച് വൻകിട വ്യവസായ സ്ഥാപനങ്ങളുടെ ബൈ പ്രൊഡക്ട്സുകളുണ്ട്. മനസ്സിലായോ? അത് അവർക്ക് ഉപയോഗിക്കാത്ത ബൈ പ്രൊഡക്ട്സ്. ഈ സാധനം ആണ് പല ആൻസിലറി ഇൻഡസ്ട്രീസിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. പല വൻകിട വ്യവസായ സ്ഥാപനങ്ങളുടെ ഔട്ട്പുട്ട്, ഉൽപാദനങ്ങളാണ് അല്ലെങ്കിൽ ബൈ പ്രൊഡക്ട്സുകളാണ് ഇൻപുട്ടായിട്ട് വരുന്നത്. നേരെ മറിച്ച് പല ആൻസിലറി ഇൻഡസ്ട്രീസിൻ്റെയും ഔട്ട്പുട്ടാണ് പല വൻകിട വ്യവസായ സ്ഥാപനങ്ങളുടെയും ഇൻപുട്ട് എന്ന് പറയുന്നത്. ഇനി വേറൊരു ക്ലാസിഫിക്കേഷൻ അവർ പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ P&M ക്രൈറ്റീരിയ, ദാറ്റ് ഈസ് പ്ലാന്റ് ആൻഡ് മെഷീനറി. അതിനെ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഡെഫിനിഷൻ ഈസ് ദസ് ടു പ്രോൺ ടു ചേഞ്ചസ്. ഇനി ഇൻവെസ്റ്റ്മെന്റ് ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞില്ലേ, സാധനങ്ങളുടെ വിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസം അനുസരിച്ച് ഇൻഡസ്ട്രിയൽ ഉൽപ്പന്നങ്ങളുടെ വിലയിലും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ അതനുസരിച്ച് ഈ പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ ചെലവാക്കുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ക്രൈറ്റീരിയയിലും അതിന്റെ സീലിംഗ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഹാസ് ടു ബി റിവൈസ് ഫ്രം ടൈം ടു ടൈം. നമ്മൾ പറയാം ചെറുകിട വ്യവസായ സ്ഥാപനം നമ്മൾ ഒരു പ്രാവശ്യം 1 ലക്ഷം രൂപ മുതൽ മുടക്കുള്ളതിന് നമ്മൾ ചെറുകിട വ്യവസായം അല്ലെങ്കിൽ കുടിൽ വ്യവസായം അല്ലെങ്കിൽ ചെറുകിട വ്യവസായം എന്ന് പറഞ്ഞു നമ്മൾ പിന്നീട് മാറ്റി 2 ലക്ഷമാക്കി, 5 ലക്ഷം എന്നുള്ളത് 10 ലക്ഷമാക്കി, 10 എന്നുള്ളത് 15 ലക്ഷം രൂപ ആക്കി. കാരണം 5 ലക്ഷം ഒരു ലക്ഷം രൂപക്ക് നമുക്ക് ഒന്നും ചിലപ്പോൾ തന്നെ കിട്ടില്ല. അപ്പൊ അതാണ് നമ്മൾ എമൗണ്ട് കൂട്ടണം. വൈ? ബിക്കോസ് ഇറ്റ് ഹാസ് ടു ബി റിവൈസ് ഫ്രം ടൈം ടു ടൈം. ഈ ടേബിൾ 10.1 gives a profile of the definition of SSI over a period of spanning about 3.5 decades. നോക്കിക്കോളുക. 1967-66 സ്മോൾ സ്കെയിൽ യൂണിറ്റിന്റെ എന്താണ് മുതൽമുടക്ക് എത്രയാണ്? 7.5 ആണ്. ആൻസിലറി യൂണിറ്റിന് 10 ആണ്. അങ്ങനെ പോവുക. 1997 അത് 3 കോടിയായിരുന്നത് പിന്നെ ആൻസിലറി യൂണിറ്റിന് 3 കോടിയായി. 60 ലക്ഷം, 75 ലക്ഷം, 3 കോടി, 97 3 കോടി, 3 കോടി. 2000 തിരിച്ചു വീണ്ടും 1 കോടിയായിട്ട് അവർ വീണ്ടും തിരിച്ച് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് അതിന്റെ ഇതായിട്ടുള്ളത്. ദെൻ അനദർ ക്ലാസിഫിക്കേഷൻ ആൻസിലറി. സെപ്പറേറ്റ് കാറ്റഗറി നമ്മൾ പറഞ്ഞു. അതിനകത്ത് ഈ കാറ്റഗറിയിൽ ancillary units were specified with a slightly higher ceiling on investment in plant and അല്ലെ. ആൻസിലറി യൂണിറ്റ്സ് സാധാരണഗതിയിൽ മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണ്, മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണ്. ആൻഡ് ഞാൻ പറഞ്ഞില്ലേ, സ്മോൾ സ്കെയിൽ യൂണിറ്റ് സെറ്റ്സ് the former apart as units with a higher technological capacity feeding into the large scale sector. പലപ്പോഴും ഈ ആൻസിലറി ഇൻഡസ്ട്രീസിന്റെ ഉൽപ്പന്നങ്ങളാണ് പല ലാർജ് സ്കെയിൽ യൂണിറ്റ്സിന്റെയും ഇൻപുട്ടുകൾ, അവരുടെ റോ മെറ്റീരിയൽസ്. 2006 ഗവൺമെന്റ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ ക്ലാസിഫൈ ചെയ്ത് 3 ക്ലാസിഫൈ ചെയ്ത്. ഒന്ന് ടൈനി ഇൻഡസ്ട്രീസ് ഇൻവെസ്റ്റ്മെന്റ് എന്റർപ്രൈസസ് അപ് ടു 25 lakhs, സ്മോൾ എന്റർപ്രൈസസ് അപ് ടു 25 to 5 crores, then മീഡിയം എന്റർപ്രൈസസ് 5 crores to 10 crores. ദെൻ ഇത് കൂടാതെ തന്നെ പുതിയൊരു നിയമം കൊണ്ടുവന്നു, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ആക്ട് ത്രൂ 2006. ഈ ആക്ട് എന്താണ് പറയുന്നത്? ദ ഗ്രോത്ത് ഓഫ് സ്മോൾ സ്കെയിൽ യൂണിറ്റ്സ് ഓവർ ടൈം സോ ദാറ്റ് ദേ ക്യാൻ ഗ്രോ ഇൻ ടു മീഡിയം സ്കെയിൽ യൂണിറ്റ്സ്. ഇന്നാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. നമ്മളുടെ
കാറ്റഗറൈസേഷൻ, ടൈനി എൻ്റർപ്രൈസസ് ഉണ്ട്, അതുപോലെ തന്നെ സ്മോൾ എൻ്റർപ്രൈസസ് ഉണ്ട്, അതുപോലെ തന്നെ മീഡിയം എൻ്റർപ്രൈസസ് ഉണ്ട്. ഓരോ മേഖലയിലുള്ള വ്യവസായ സ്ഥാപനങ്ങൾക്ക് ഗവൺമെൻറ്റും മറ്റ് സ്പോൺസറിങ് ഏജൻസികളും ധാരാളമായിട്ട് സബ്സിഡികൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മൈക്രോ എൻ്റർപ്രൈസസ് ഒരു പരിധി വരെ ചിലപ്പോൾ അവർക്ക് വേണമെങ്കിൽ സ്മോൾ സ്കെയിൽ എൻ്റർപ്രൈസസ് ആയിട്ട് മാറാനായിട്ട് സാധ്യതയുണ്ട്. ദേ ക്യാൻ അപ്ഗ്രേഡ് ടു പിന്നെ സ്മോൾ സ്കെയിൽ എൻ്റർപ്രൈസസ് ആയിട്ട് മാറാൻ അവർക്ക് സാഹചര്യം ഉണ്ടെങ്കിലും പലപ്പോഴും അവർ സ്മോൾ അല്ലെങ്കിൽ ടൈനി എൻ്റർപ്രൈസസ് ആയിട്ട് നിൽക്കാനാണ് അവർക്ക് താല്പര്യം. കാരണം എന്താണ്, അവർക്ക് സ്മോൾ സ്കെയിൽ എൻ്റർപ്രൈസസിലേക്ക് അവർ ഗ്രേഡ് ചെയ്തിട്ട് അവർ മാറിയിട്ടുണ്ടെങ്കിൽ ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി അതിൻ്റെ ടൈനി ഇൻഡസ്ട്രീസിന് കിട്ടിക്കൊണ്ടിരുന്ന വെച്ചാൽ സബ്സിഡികൾ ഗവൺമെന്റിന് കിട്ടുന്ന സബ്സിഡികൾ കിട്ടൂല. അത് മാത്രമല്ല, ഭാവിയിൽ നമ്മൾ ഇനി കുറച്ച് കാണുമ്പോൾ നോക്കും ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ ടൈനി ഇൻഡസ്ട്രീസിനൊക്കെ നമ്മൾക്ക് സംരക്ഷിക്കുന്നതിന് വേണ്ടി ധാരാളം നടപടികൾ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട്. ഈ ധാരാളം നടപടികൾ എന്ന് പറഞ്ഞാൽ ഒന്ന്, ഇവരിൽ നിന്ന് ഗവൺമെന്റിന്റെ പർച്ചേസ്, ഗവൺമെന്റിന്റെ പേപ്പർ മേടിക്കുന്നുണ്ട്, ഗവൺമെന്റ് അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് ധാരാളം ഉൽപ്പന്നങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 25% ഗവൺമെന്റ് അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് ചെലവാക്കുന്ന പൈസയുടെ ഒരു 25% ഇറ്റ് ഈസ് എൻറ്റയർലി റിസർവ്ഡ് ഫോർ ദ പ്രൊഡക്ട്സ് ഓഫ് ദീസ് ടൈനി, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. ഇതുകൂടാതെ നമ്മൾ റോ മെറ്റീരിയൽസ് മേടിക്കുന്നതിന് വേണ്ടിയിട്ട് സബ്സിഡി കൊടുക്കും. മനസ്സിലായോ? റോ മെറ്റീരിയൽസ് മേടിക്കുന്നതിന് വേണ്ടിയിട്ട് സബ്സിഡി കൊടുക്കും. അതേപോലെ തന്നെ പിന്നെ എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് അവർക്ക് സബ്സിഡി കൊടുക്കും. പിന്നെ ഫ്രീ ആയിട്ടുള്ള കറണ്ട് കൊടുക്കും. ഇതെല്ലാം വൺസ് ദേ ഗ്രാജുവേറ്റ് ടു ദ മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസ്, ദാറ്റ് വിൽ നോട്ട് ബി ഫർദർ, ദാറ്റ് വിൽ ബി